ഹയർ സെക്കൻഡറി +1 പ്രവേശനം 2024 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മുഖ്യ അലോട്ട്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ അലോട്ട്മെൻറ്റാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. വിദ്യാർത്ഥികൾക്ക് സ്വയം തന്നെ തങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. ഹയർ സെക്കൻഡറി വെബ്സൈറ്റായ www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ അവിടെ ഇടതുഭാഗത്ത് കാണുന്ന കാൻഡിഡേറ്റ് ലോഗിൻ -SWS എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ കാണാവുന്നതാണ്. അവിടെ വിദ്യാർത്ഥികൾ തങ്ങളുടെ യൂസർ നെയിം, 10 അക്ക ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും തെറ്റാതെ എൻ്റർ ചെയ്ത് തങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് ലോഗിൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് കാണാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, ഏതെങ്കിലും സ്കൂളുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും പ്രവേശനം ഉറപ്പാക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ജൂൺ 5-ാം തീയതി മുതൽ 7-ാം തീയതി വൈകിട്ട് 5 മണി വരെ പ്രവേശനം നേടാവുന്നതാണ്. ഹയർ സെക്കൻഡറി പ്രവേശനവുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശങ്ങൾ ഹയർ സെക്കൻഡറി ജോയിൻറ്റ് ഡയറക്ടർ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ പ്രവേശനം നേടാൻ വേണ്ടി ബന്ധപ്പെട്ട സ്കൂളിലേക്ക് പോവേണ്ടത്. കാൻഡിഡേറ്റ് ലോഗിൻ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ തങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഓൺലൈനിൽ നിന്ന് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. ആ ഓൺലൈനിൽ നിന്ന് പ്രിൻ്റ് എടുത്ത അലോട്ട്മെൻറ്റ് ലെറ്റർ നിർബന്ധമായും പ്രവേശന സമയത്ത് പ്രിൻസിപ്പളിന് നൽകേണ്ടതുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും 7-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പായി ബന്ധപ്പെട്ട സ്കൂളിൽ പ്രവേശനം നേടേണ്ടതുണ്ട്. കൃത്യസമയത്തിൻ്റെ ഉള്ളിൽ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതല്ല. പ്രധാനമായും 2 തരത്തിലുള്ള പ്രവേശനമാണ് നിലവിലുള്ളത്. ഒന്ന് പെർമനൻ്റ് അഡ്മിഷൻ അഥവാ സ്ഥിരപ്രവേശനവും മറ്റൊന്ന് ടെമ്പററി അഡ്മിഷൻ അഥവാ താൽക്കാലിക പ്രവേശനവുമാണ്. വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചത് അവർക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത കോഴ്സ് കോമ്പിനേഷനുകളിലോ താല്പര്യമില്ലാത്ത സ്കൂളുകളിലോ ആണെങ്കിൽ വേണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക പ്രവേശനം നേടി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ കാത്തിരിക്കാവുന്നതാണ്. എന്നാൽ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത് അതിലാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ താൽക്കാലിക പ്രവേശനം സാധ്യമല്ല. നിർബന്ധമായും സ്ഥിരപ്രവേശനം നേടേണ്ടതാണ്. താൽക്കാലിക പ്രവേശനത്തിന് വിദ്യാർത്ഥികൾ ഫീസ് അടയ്ക്കേണ്ടതില്ല. എന്നാൽ സ്ഥിരപ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും ഫീസ് അടച്ച് ബന്ധപ്പെട്ട രേഖകളെല്ലാം ബന്ധപ്പെട്ട സ്കൂളിലെ പ്രിൻസിപ്പളിന് നേരിട്ട് നൽകണമെന്ന് അറിയിക്കുന്നു. താൽക്കാലിക പ്രവേശനത്തിന് ഫീസ് കൊടുക്കേണ്ടതില്ല. എന്നാൽ ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും ഒറിജിനൽ ബന്ധപ്പെട്ട സ്കൂളിലെ പ്രിൻസിപ്പൾക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. പ്രവേശനം നേടുമ്പോൾ ഹാജരാക്കേണ്ട രേഖകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിലൊന്ന് അലോട്ട്മെൻറ്റ് ലെറ്റർ, 2 SSLC മാർക്ക് ലിസ്റ്റ്, മറ്റൊന്ന് TC അഥവാ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, മറ്റൊന്ന് CC അഥവാ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്. അതോടൊപ്പം തന്നെ ഓൺലൈനിൽ നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ബോണസ് പോയിൻ്റ് അർഹതയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നിർബന്ധമായും ബന്ധപ്പെട്ട പ്രിൻസിപ്പളിന് കൈമാറേണ്ടതാണ്. എന്തെല്ലാമാണോ ഓൺലൈൻ അപേക്ഷയിൽ നിങ്ങൾ ബോണസ് പോയിൻറ്റുമായി ബന്ധപ്പെട്ട രേഖകൾ ടിക്ക് മാർക്ക് കൊടുത്തത്, അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പ്രവേശന സമയത്ത് നേരിട്ട് സ്കൂളിൽ ഹാജരാക്കേണ്ടതാണ്. സ്ഥിരപ്രവേശനം നേടുന്നവർ നിർബന്ധമായും ഫീസ് അടച്ചുകൊണ്ട് ബന്ധപ്പെട്ട രേഖകൾ സഹിതം രക്ഷിതാക്കളോടൊപ്പം ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണമെന്ന് അറിയിക്കുന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ തീർച്ചയായും സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യുക. താൽക്കാലിക പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ കാത്തിരിക്കാവുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിലും താല്പര്യം ഉള്ള കോഴ്സ് കോമ്പിനേഷനുകളോ സ്കൂളുകളോ ലഭിച്ചിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വീണ്ടും താൽക്കാലിക പ്രവേശനം നേടി വേണമെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് വരെ കാത്തിരിക്കാവുന്നതാണ്. 1-ാം ഓപ്ഷനിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടേണ്ടതാണ്. മറ്റു ഓപ്ഷനുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഹയർ ഓപ്ഷൻ, മുകളിലുള്ള ഓപ്ഷനുകൾ മറ്റു ഓപ്ഷനുകൾ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള അവസരം
ഇപ്പോൾ ലഭ്യമാണ്. ബന്ധപ്പെട്ട ഫോം നിങ്ങൾക്ക് അതത് സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഏതായാലും പ്രവേശനം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും കൃത്യസമയത്തിനുള്ളിൽ തന്നെ ജൂൺ 7-ാം തീയതി വൈകിട്ട് 5 മണിക്കുള്ളിൽ തന്നെ ബന്ധപ്പെട്ട സ്കൂളിൽ രക്ഷിതാവിൻ്റെ കൂടെ സ്കൂളിൽ എത്തണമെന്ന് അറിയിക്കുന്നു. കൃത്യസമയത്തിൻ്റെ ഉള്ളിൽ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെ ഒരു കാരണവശാലും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതല്ല. നേരത്തെ അപേക്ഷ നൽകാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അപേക്ഷ നിരസിച്ച വിദ്യാർത്ഥികൾക്കും പിന്നീട് മുഖ്യ അലോട്ട്മെൻറ്റിന് ശേഷം അഥവാ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് അതിന് അപേക്ഷ നൽകാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഏതായാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും കൃത്യസമയത്തിനുള്ളിൽ തന്നെ പ്രവേശനം ഉറപ്പാക്കണമെന്ന് അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.